സന്തോഷി നമ്മള് പ്രണവവേദയുടെ ഗ്രൂപ്പിനകത്തെ ശ്രീരാമസിദ്ധാന്തത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ട് നമ്മളെ നമുക്ക് നമ്മുടെ സുരേഷിയെ മനസ്സിലായില്ലേ? പിന്നെ ഞാൻ അദ്ദേഹം വളരെ കാര്യമായിട്ട് പഠിക്കുന്ന ആളാണെന്നാണ് മനസ്സിലായത്. അപ്പൊ അദ്ദേഹത്തിന് സംശയം എന്താ അദ്ദേഹം ഇട്ടിട്ടുണ്ട്, ഈ വേദങ്ങള് 4 വേദങ്ങളല്ലേ ഉള്ളൂ, 5-മതൊരു വേദം അതെന്താണ്, അതിനൊരു നിർവചനം പറയാമോ? പ്രണവവേദത്തിന്റെ നിർവചനം അല്ലേ? അതെ. എന്താണ് അദ്ദേഹത്തിന് 4 വേദങ്ങളെ സത്യത്തിൽ ഇവിടെ ജനങ്ങൾക്ക് അറിയാവുന്ന 4 വേദങ്ങളല്ലേ അറിയാവുന്നത്. അപ്പൊ 5-മതൊരു പ്രണവവേദം എന്ന് പറയുമ്പോ എന്താണ് ഏതാണ് എന്നുള്ളത് അറിയണം. വളരെ നല്ല ചോദ്യമാണ്. വളരെ നന്നായി. ഇതുവരെ ആരും ചോദിച്ചില്ല. അപ്പൊ അത് വിശദീകരിച്ചു കൊടുക്കേണ്ട അവസ്ഥ നമുക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതൊന്ന് അതൊരു നല്ല ചോദ്യമാണ്. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കൂടി ആയിരിക്കും. അതെ, അതൊന്ന് പറഞ്ഞാല്. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നാണ് അർത്ഥം. അപ്പൊ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ അഥർവവേദം എന്ന് കേൾക്കുമ്പോൾ അധർമ്മവേദം എന്നുള്ള ഒരു അർത്ഥം ധ്വനിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ ആളുകൾ പലരും അതിനെ തെറ്റായിട്ട് കാണുന്നത്. അഥർവവേദം കൊള്ളുകലാത്ത എന്തോ ആണ്. അഥർവവേദമാണ്. ഒരു നീച ഏർപ്പാട് വരുന്ന പോലെ തോന്നും. അതെ. അപ്പോ അങ്ങനെ 4 വേദങ്ങളാണ്. ഈ 4 വേദങ്ങളാണ് ഭാരതത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ബേസിക് സയൻസ്. ഭാരതത്തിന്റെ അല്ല, വേദത്തിന്റെ ബേസിക് സയൻസ് അതാണ്. ഇതിനെ ശ്രുതികളെന്നാ പറയുന്നത്. അത് മാറ്റമില്ലാത്തതുമാണ്. എത്ര കാലം കഴിഞ്ഞാലും ഈ വേദത്തിന്റെ ഈ സാരാംശം മാറുകയില്ല. അത്രയും ബൃഹത്താണ്, ബ്രഹ്മാണ്ഡമാണ്. കാരണം അത് മതചിന്തയിൽ നിന്നല്ല, ശാസ്ത്രചിന്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ശ്രുതികളെന്നാ പറയാ. ഈ ശ്രുതികൾക്ക് മാറ്റമില്ല എന്ന് പറയാൻ കാരണം ലിപികൾ ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് ഗുരുമുഖത്തുനിന്ന് അറിവ് പകർന്ന് ശ്രവണേന്ദ്രിയത്തിലൂടെ പകർന്നു വന്ന ശ്രുതികളാണിത്. ഇത് ഏതെല്ലാം പൂർവികരുടെ അറിവുകളാണ് എന്ന് പോലും നമുക്ക് വ്യക്തമായിട്ട് രേഖപ്പെടുത്താൻ പറ്റാത്ത അത്രയും വലിയ സ്വത്താണ് ഈ വേദം. നമ്മളുടെ സ്വത്ത് വേദം തന്നെയാണ്. നമ്മളുടെ സർവ്വവേദനകളെയും മാറ്റുന്നതുമാണ്.